വീണ്ടും RSSനും BJPക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രംഗത്ത്. RSSന്റെയും BJPയുടെയും ആശയങ്ങൾക്ക് അടിമപ്പെടുന്ന ജനതയാണ് അവർക്ക് ആവശ്യം, അല്ലാതെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുവാനും കേൾപ്പിക്കാനുമല്ല അവർ ലക്ഷ്യം വെക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ തിരഞ്ഞെടുപ്പുകളിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയമാകട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് വീണ് കിട്ടിയ കച്ചിത്തുരുമ്പ് തന്നെയായിരുന്നു. ഇവിടെയാകട്ടെ ഒരു നേതാക്കന്മാർ പോലും EVMനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന അക്ഷരം പോലും മിണ്ടാത്തത് എന്നതാണ് വാസ്തവം. ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഇത്തരത്തിൽ RSSനും BJPക്കുമെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയം വളരെ വ്യക്തമായി തന്നെ എടുത്തു കാണിക്കുന്നു. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF നേടിയത് അതിഗംഭീര വിജയമെന്നതായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. നിയമസഭയിലും കോൺഗ്രസ് വിജയം ആവർത്തിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം ഇതുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നും അതിൽ തനിക്ക് വ്യക്തമായി തന്നെ ഉറപ്പുണ്ടെന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കൊച്ചിയിൽ നടന്ന KPCCയുടെ മഹാപഞ്ചായത്തിൽ സംസാരിക്കവെയാണ് ഇത്തരം ഒരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതിഗംഭീര വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത്. ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയാണ് പഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഷയം ഏറ്റവും നന്നായി അവിടെ കുറിക്കപ്പെടുന്നു എന്നതാണ് ഏറെ ആഹ്ലാദം നൽകുന്നത്. ഭരണഘടന നിലനിൽക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ വ്യക്തിയുടെയും വോട്ട് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി ഇവിടെ വ്യക്തമാക്കുന്നത്. RSSും BJPയും കോൺഗ്രസും തമ്മിലുള്ള ആശയപരമായ അന്തരം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. RSSും BJPയും ഭരണ സംവിധാനങ്ങളുടെ അധികാര കേന്ദ്രീകരണത്തിന് ശ്രമിക്കുമ്പോൾ അതിന്റെ വികേന്ദ്രീകരണം ലക്ഷ്യമാക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതേപോലെ തന്നെ RSSന്റെയും BJPയുടെയും ആശയങ്ങൾ അടിമപ്പെടുന്ന ജനതയാണ് അവർക്ക് ആവശ്യം, അല്ലാതെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുവാനും കേൾപ്പിക്കുവാനും അവർക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടുമെന്നും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതിരൂക്ഷമാണ്. തൊഴിലില്ലായ്മയെ തുടർന്നുകൊണ്ട് യുവജനത അവിടെ നാടുവിടുന്നത് ഖേദം അല്ലെങ്കിൽ വലിയ രീതിയിൽ വേദന ഉണ്ടാക്കുന്നു എന്നത് പറയുന്നു. വിദേശത്ത് ചെയ്യുന്നതെല്ലാം തന്നെ അവർക്ക് നാട്ടിലും ചെയ്യാൻ പറ്റുമെന്ന സ്ഥിതി ഉണ്ടാകണം. അതിനുള്ള കാഴ്ചപ്പാട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നും ഏത് സർക്കാരും വിജയിക്കണമെങ്കിൽ അവർക്ക് ജനങ്ങളുമായി തന്നെ അവിടെ കയ്യെത്തും ദൂരത്തുള്ള സർക്കാരുകൾ ഉണ്ടാകണം. കേരളത്തിലെ UDF കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസം തനിക്ക് ഉണ്ടെന്ന വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധി ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.